ഹായ് ഹലോ. ഞാനിതാ പിന്നെ എത്തി. ഒരിത്തിരി പത്തിരിപ്പൊടിയും ഒരു ബീട്രൂട്ടിൻ്റെ ചാറും എടുത്തിട്ടുണ്ട്. ഈ പത്തിരിപ്പൊടിയിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് ഈ ചാറും കൂട്ടി നന്നായി കുഴച്ചെടുക്കുക. ഞാനിതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്നറിയോ? പാൽ കൊഴുക്കട്ട. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഈ പാൽ കൊഴുക്കട്ട എനിക്കെന്തോ ഒട്ടും ഇഷ്ടമല്ല. അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഒരുപക്ഷെ അതിൻ്റെ ഭംഗി കുറവാണെങ്കിലോ? അത്രയ്ക്ക് ഭംഗിയില്ലാത്തതാണോ പാൽ കൊഴുക്കട്ട? എന്നാൽ അപ്പോൾ ഇത്തിരി ഭംഗിയിൽ തന്നെ അതൊന്ന് ചെയ്യാൻ തീരുമാനിച്ചു. ദേ, ഈ ഉരുട്ടിയെടുത്ത മാവിൽ നിന്നും ചെറിയ ചെറിയ കുഞ്ഞുരുളകളാക്കി വീണ്ടും അവ മാറ്റിയെടുക്കാം. ചെറുതെന്ന് പറയുമ്പോൾ വളരെ ചെറുത്. കുറച്ചധികം സമയമെടുത്ത് തന്നെ ഞാൻ ഓരോ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തു. അതിനുശേഷം ഒരു ഇഡ്ഡലി ചെമ്പിൽ അതിൻ്റെ തട്ട് വെച്ച് വെള്ളം ചൂടായി വരുന്നതിനനുസരിച്ച് ഈ കുഞ്ഞുരുളകൾ കുറേശ്ശെ കുറേശ്ശെ ഓരോ കുഴിയിലും നിറച്ചു കൊടുക്കാം. എല്ലാ കുഴിയിലും ഉരുളകൾ നിറച്ചതിന് ശേഷം ഇഡ്ഡലി ചെമ്പ് നമുക്ക് അടച്ചു വയ്ക്കാം. അല്പസമയം കഴിഞ്ഞ് അടപ്പ് മാറ്റുമ്പോഴേക്കും ഉരുളകളെല്ലാം പാകമായിട്ടുണ്ടാവും. പിന്നീട് ഒരു പാനിൽ കുറച്ച് പാലൊഴിച്ച് നന്നായി തിളപ്പിക്കുക. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം. പിന്നീട് ഈ പാലിലേക്ക് ഓരോ ഉരുളകളായി നമുക്ക് ചേർത്ത് കൊടുത്ത് അവ ഒന്നിച്ച് യോജിപ്പിച്ചെടുക്കാം. പാലിൽ കിടന്ന് ഈ ഉരുളകൾ നന്നായി വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതോടെ വളരെ സ്വാദിഷ്ടമായ പാൽ കൊഴുക്കട്ട റെഡിയായി. ഈ റെസിപ്പി ഇഷ്ടമായവർ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് അടിക്കണേ. താങ്ക് യു.